ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് അഥവാ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അവയുടെ ആൻസേഴ്സ് എന്താണെന്നും നോക്കാം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ഓരോ സബ്ജക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 cm ഓൺ വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 40 ഡിഗ്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കുക. ഓക്കെ, സർക്കിളാണ്. ഇതിൻ്റെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ളത് 4 cm ആണെന്ന് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ആംഗിൾസ് ഷെയ്ഡ് ചെയ്ത ആംഗിൾസ് ആയിരിക്കും. അത് എത്രയാണ്? ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ എടുത്തതെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആകെ മൊത്തം എത്ര പാർട്ടായിരിക്കും ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ ഇത് മൊത്തം എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് മൊത്തം എത്രയാണ്? 360 ഡിഗ്രി ആണല്ലേ. അപ്പോൾ അതിൽ ഒരു പാർട്ട് 40 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ളത് 40 ഡിഗ്രി എന്ന് പറയുന്നതിൽ എത്ര പാർട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആകെ ഉള്ളത് എത്രയാണ്? 360 ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ സീറോയും വെട്ടിപ്പോവും. ബാക്കിയുള്ള എത്രയാണ്? 36 അല്ലേ. 4 ഡിവൈഡഡ് ബൈ 36 എത്രയാണ്? നമുക്കറിയാം 9 ആണ് അല്ലേ. ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഈ 40 എന്ന് പറയുന്നത് ഇതിൻ്റെ എത്ര ഭാഗമാണ്? ടോട്ടൽ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരിക്കും? 9 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിലെ ഒരു ഭാഗമാണ് 40 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ 1/9 എന്ന് പറയാം. ഓക്കെ, 1/9. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യണം? ബാക്കി 2 ആംഗിൾസും എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ളത് ഈ ട്രയാങ്കിൾ ആണല്ലേ. ഇതാണ് ഇവിടുത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? ഒന്നെന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഈ 2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇത് മൊത്തം എത്ര ആംഗിൾ ആയിരിക്കും? 180 ഡിഗ്രി ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിയിൽ നിന്നും 40 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 140 എന്നുള്ളത് കിട്ടും. ഈ 140യെ നമുക്ക് 2 ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളും കൂടെ കൂട്ടിയതാണ് 140 എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 140 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കുക. 140 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 70. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയും ഇത് 70 ഡിഗ്രിയുമാണ്. അപ്പോൾ 2 ആംഗിൾ ഇവിടെ എഴുതാൻ പറഞ്ഞത് നമുക്ക് എന്ത് കൊടുക്കാം? 70 ഡിഗ്രി എന്നുള്ള 2 ആംഗിൾ നമുക്ക് ഇതിൽ നിന്നും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ട്രയാങ്കിളിൻ്റെ ഫുൾ ആംഗിൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ തന്നിട്ടുള്ളതിനെ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ തന്നിട്ടുള്ളതിന് അതിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ആംഗിളും കൂടെ കൂടിയിട്ടുള്ള 140 കിട്ടും. 140യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 2 ആംഗിളും കൂടിയിട്ടാണ് 140 എന്ന് പറയുന്നത്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 70 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 70 ഡിഗ്രിയാണ് ഓരോ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2 70യും അതുപോലെ തന്നെ ഈ ആംഗിൾ ആയിട്ടുള്ള 40യും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സി ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. ഇതേപോലെ എത്ര ട്രയാങ്കിൾ നമുക്ക് ഇതിൽ നിന്നും വരക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര എണ്ണം വരക്കാൻ വേണ്ടി പറ്റും? നമുക്കറിയാം ഒരുപാട് വരക്കാം അല്ലേ. നമുക്ക് എങ്ങനെ വരക്കുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ട്രയാങ്കിളിൻ്റെ ഫുൾ എന്ന് പറയുന്നത് 180 എന്നുള്ളത് കിട്ടിയാൽ മതി. ബാക്കി ഒന്നും നമുക്ക് നോക്കണ്ട. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് എഴുതി കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഡി ചോദ്യം, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഒരു ട്രയാങ്കിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കുമോ? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്?
19 വരുന്ന ഇത്തരത്തിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇത് ഒരെണ്ണം 40 ആണെങ്കിൽ ഒരെണ്ണം 70 ആണ്, ഒരെണ്ണം 70 ആണ്. അപ്പോൾ ഇതിൽ റൈറ്റ് ആംഗിൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, ദ ടു സൈഡ്സ് ഓഫ് ദ ആംഗിൾ ആർ ഈക്വൽ. രണ്ട് സൈഡിലെയും ആംഗിൾസ് ഈക്വൽ ആണ്. അഥവാ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും 70 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. അല്ലെങ്കിൽ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 ആണ്. ഏതായാലും രണ്ട് ആംഗിൾസ് അവിടെ ഈക്വൽ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. തേർഡ് വൺ, ദ 3 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. ഈക്വൽ ആണോ? അല്ല. ഒന്ന് വരുന്നത് 40 ആണല്ലേ. അപ്പോൾ അത് കറക്റ്റ് അല്ല, അത് തെറ്റാണ്. Then fourth one, the 3 angles of the triangle are less than 90 degree. എന്താണ്? 3 ആംഗിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നും എന്താണ്? 90 ഡിഗ്രീസിനേക്കാൾ ചെറുതാണ്. 40 ഡിഗ്രി ചെറുതാണ്, 70യും 90 ഡിഗ്രീനേക്കാൾ ചെറുതാണ് അല്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി 2 and 4 ആർ കറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ഡൗട്ട്സും ഉണ്ടാവേണ്ട. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഇന്നർ ലെങ്ത്, width and height for a rectangle water tank are 90 cm, 70 cm, 50 cm respectively. അപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ആണല്ലേ. ഒരു റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു റെക്റ്റാങ്കുലർ വാട്ടർ ടാങ്ക് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക്? ഈ ടാങ്കിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ വോളിയം കാണുക? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണല്ലേ. അഥവാ L എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 90 സെൻറ്റിമീറ്റർ. ബി എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലെ സീറോസ് ഒക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് 9 ഇൻറ്റു 7 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 9 ഇൻറ്റു 7 ഇൻറ്റു 5 എന്ന് പറയുന്നത് 315 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എത്ര സീറോസ് ആണുള്ളത്? 3 സീറോസും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്രയായി? 3,15,000 ആണല്ലേ. 50,000 എന്ത് വരും? ഇതിൻ്റെ മെഷർമെൻറ്റ് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നുള്ളത് വരും. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ ലിറ്ററിലേക്ക് ആക്കി മാറ്റും? ലിറ്ററിലേക്ക് ആക്കി മാറ്റുമ്പോൾ ഈ സീറോസ് കളയുക. കാരണം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 350 ലിറ്റേഴ്സ് എന്നാക്കിയിട്ട് മാറ്റി എഴുതാനും വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വണ്ണ് നോക്കാം. നൗ ദ ടാങ്ക് ഹോൾഡ്സ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് വാട്ടർ ഇൻ ദ ടാങ്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 189 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ടാങ്കിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 1 ലിറ്റർ എന്ന് പറയുന്നത് ഇവിടെ ലിറ്ററിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ഈക്വൽ ടു എത്രയാണ്? 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അഥവാ 189 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ കൂടെ നമ്മൾ 1000 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,89,000 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അത്രയുമാണ് ഇപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ ആകെയുള്ള വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വോളിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചെയ്യാം. വോളിയം ഈക്വൽ ടു നമുക്ക് ഹൈറ്റ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. L ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. ഇവിടെ വോളിയം എന്ന് പറയുന്നത് 1,89,000 ആണല്ലേ. ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ കണ്ടത് ലെങ്ത് തന്നെയാണ്. ഇത് തന്നെയാണ് സെയിം ലെങ്ത്. 90 ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാണ്? 70 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ എച്ച് എന്ന് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. 1,89,000 ഈക്വൽ ടു 90യും
9ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എത്രയാണ് 63 അല്ലേ, പിന്നെ 2 സീറോസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 6300 എന്ന് കിട്ടി. ഇൻറ്റു എച്ച് ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എച്ച് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഈ വോളിയം, ആകെ വോളിയം ആയിട്ടുള്ള 1,89,000 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഈ 6300 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഈ 2 സീറോസും വെട്ടിപ്പോവും. ബാക്കിയുള്ളത് എത്രയാണ്? 1,890 ആണല്ലേ. അപ്പോൾ അതിനെ ഈ 63 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 30 എന്നുള്ളത് കിട്ടും. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. എച്ച് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് വെച്ചുകൊണ്ട് തന്നെ ഇതിനെ ചെയ്യാം. ഇവിടെ എച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ അവിടെ എത്തുമ്പോഴേക്കും ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദ ടാങ്ക് ഇഫ് ഇറ്റ്സ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്? ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 90 ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 70 ആയിരുന്നു. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അറിയാം 50 ആയിരുന്നു അല്ലേ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയത്തിൽ എന്താണ് മാറ്റം സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ദ വോളിയം ഈസ് ഡബിൾഡ്, വോളിയം ഡബിൾ ആയിട്ട് മാറും. ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ദ വോളിയം ഇൻക്രീസസ് ബൈ 16 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ദ വോളിയം ഇൻക്രീസ്ഡ് ബൈ 8 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇതിൽ കറക്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ദ വോളിയം ഇൻക്രീസസ് ബൈ 8 ടൈംസ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 3 ഹാസ് 2 ക്വസ്റ്റ്യൻ 3A and 3B. ആൻസർ എനി വൺ. അടുത്ത ക്വസ്റ്റ്യൻ 3 ആണ്. ഇതിൽ 3Aയും 3Bയും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എ ചോദ്യം, ബൈ വിച്ച് നമ്പർ ഷുഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് 12 ഡിവൈഡഡ് ബൈ 15? അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 15 എന്നുള്ളതിന് ഏത് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിലെ ഏറ്റവും ലോവസ്റ്റ് ടേം കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 12ഉം 15ഉം പോകുന്നത് ഏത് നമ്പറിലാണ് പോകുന്നത്? 2ൽ പോവുമോ? ഇല്ല, 15 പോവില്ല അല്ലേ. പിന്നെ ഇതിലാണ് പോകുന്നത്? 3ലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. കാരണം 2ൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇഫ് 16 cakes are divided equally among 6 people, the portion that each person get in the same as if 8 cakes are divided equally among how many people? അഥവാ 16 cakes നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് 6 പീപ്പിൾസിന്. അപ്പോൾ അതിൽ ഓരോ പോർഷൻസും അവർക്ക് സെയിം ആയിട്ട് 8 കേക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ എത്ര ആളുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 3 people ആണ് അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, കാരണം 3-നാണ് നമ്മൾ ശരിക്കും 16 കൊണ്ട് ഈക്വൽ ചെയ്യുമ്പോൾ 6 പീപ്പിൾസിന് 8 പീസസ് ആയി കൊടുക്കണമെങ്കിൽ, എനിക്ക് 8 കേക്ക് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 16 8 എണ്ണം ആവണമെങ്കിൽ എത്ര പ്രാവശ്യം 6 കൊടുക്കണം? ഒരു 6 കൊടുക്കുമ്പോൾ 6 ആയി അല്ലേ. പിന്നെ നമ്മൾ 6 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 12 ആയി. പിന്നെ കൊടുക്കുമ്പോൾ 18 ആയി. അപ്പോൾ അവിടെ 3 പേഴ്സൺസിനാണ്, 3 പീപ്പിളിനാണ് നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സി ചോദ്യം നോക്കാം. 42 meters of cloth were brought for shirt of the uniform. യൂണിഫോമിന് വേണ്ടിയിട്ട് 42 മീറ്റർ ഉള്ള ഒരു ക്ലോത്ത് വാങ്ങിച്ചു. ഇറ്റ് വാസ് കട്ട് ഈക്വലി ടു 24 സ്റ്റുഡൻസ്. അത് 24 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഡിഡ് ഈച്ച് സ്റ്റുഡൻസ് ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടികൾക്കും എത്രയാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ ആകെയുള്ളത് 42 മീറ്റർ ആണല്ലേ. അത് നമ്മൾ 24 സ്റ്റുഡൻസിനാണ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 24 ചെയ്ത് നോക്കാം. എത്ര കിട്ടും? ആൻസർ എന്ന് പറയുന്നത് 1.75 മീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അഥവാ 1 മീറ്ററും 75 സെൻറ്റിമീറ്ററുമാണ് ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ ഈ 1.75നെ നമുക്ക് 7 ഡിവൈഡഡ് ബൈ 4 മീറ്റർ എന്ന് എഴുതിയാലും ഉത്തരം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 7 മീറ്റേഴ്സ്. ദെൻ ഡി ചോദ്യം നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റീസൺ ആർ ഗിവൺ ബിലോ. താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റീസൺസും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2/3 ഈസ് ദ ലോവസ്റ്റ് ടേം ഓഫ് 24/7.
36 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ 24 ഡിവൈഡഡ് ബൈ 36ൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടേം ആണ് 2.3 എന്ന് പറയുന്നത്. റീസൺ ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 24 ആൻഡ് 36 ഈസ് 12 ആൻഡ് വെൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ഡിവൈഡഡ് ബൈ 12 ദ റിസൾട്ട് ഈസ് 2.3. അഥവാ 24ൻ്റെ കോമൺ ഫാക്ടർ, ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 36ൻ്റെ 12 ആണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദിസ്, ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് താഴെ തന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, റീസൺ ഈസ് റോങ്. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് കറക്റ്റ്, ഇതെന്താണ്, ഇത് കറക്റ്റാണ്. റീസൺ എന്ന് പറയുന്നത് ഇത് റോങ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആൻഡ് റൈറ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുകാരെ, ഇവിടെ 24നെയും 36നെയും നമ്മൾ എന്ത് ചെയ്താൽ മതി, 12 എന്ന് പറയുന്ന അതിൻ്റെ ഫാക്ടർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക. അഥവാ 24നെ 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും, നമുക്ക് കിട്ടുന്നത് 2 ആണല്ലേ. 2 അഥവാ 12 ഇൻറ്റു 2 ആണ് 24 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്നുള്ളത് കിട്ടും. ഇനി 36 നോക്കി നോക്ക്, 12 ഇൻറ്റു 3 എന്ന് പറയുന്നതാണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ 2/3 എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളതിന് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, തന്നിട്ടുള്ളതിന് നമുക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഏതിലാണ്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ ഓർ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. 3B ആണ്. Write two forms of 1/3, 1/5 having the same denominator. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്, 1/3 അതുപോലെ തന്നെ 1/5 ഇതിൻ്റെ രണ്ടിൻ്റെയും സെയിം ഡിനോമിനേറ്റേഴ്സ് എഴുതാനാണ്, നെക്സ്റ്റ് 2 ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 3ഉം 5ഉം രണ്ടിലും സെയിം ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതാണ് 5 ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിന് ഈ ഡിനോമിനേറ്റർ വെച്ചിട്ട് ഇതിനെയും ചെയ്യാം, അഥവാ 3നെ നമുക്ക് 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ 1/5നെ നമുക്ക് 3 വെച്ചുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 1 ഇൻറ്റു 5 എന്ന് പറയുന്നത് 5, 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15. ഇനി 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്, 3 തന്നെയാണ്. 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫോം കിട്ടി അല്ലേ. ഇനി ഇത് തന്നെ നമുക്ക് എഴുതാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഫോമും കൂടെ എഴുതാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 15, അതുപോലെ തന്നെ 10 ഡിവൈഡഡ് ബൈ 13, 6 ഡിവൈഡഡ് ബൈ 13 ഇത് രണ്ടും കൂടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഒരെണ്ണം ഇത് മാത്രം എഴുതിയാലും നമ്മുടെ ആൻസർ കറക്റ്റാണ്. അഥവാ 5 ഡിവൈഡഡ് ബൈ 15 3 ഡിവൈഡഡ് ബൈ 15 എന്ന് എഴുതിയാലും മതി. നെക്സ്റ്റ്, will 21 divided by 27 be there in the different form of 2/3 y എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ 21 divided by 27 എന്നുള്ളതിൻ്റെ അടുത്തൊരു ഫോം ആണോ, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരു ഡിഫറെൻറ്റ് ഫോം ആണോ 2/3 എന്ന് പറയുന്നത്, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ, എന്നാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 21 ഡിവൈഡഡ് ബൈ 27 ഇതിന് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും, 7 ഡിവൈഡഡ് ബൈ 9 ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഈ 7 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല, 2 ഡിവൈഡഡ് ബൈ 3 എന്നതിന് ഈക്വൽ അല്ല. അപ്പോൾ അവിടെ എന്തെഴുതാ, നോ, ബിക്കോസ് 21 ഓക്കെ, ബിക്കോസ് 21 ഡിവൈഡഡ് ബൈ 27 സിംപ്ലിഫൈസ് 7 divided by 9 which is okay ഇത് കഴിഞ്ഞിട്ട് which is not equal to 2 divided by 3 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിൽ സി നോക്കാം. ഫൈൻഡ് ദ റൈറ്റ് ആൻസർ വെൻ കോളം എ ആൻഡ് കോളം ബി ആർ മാച്ച്ഡ്. കോളം എയും ബിയും മാച്ച് ചെയ്യാനാണ് നമുക്ക് അത് ഏതാണെന്ന് നോക്കി നോക്കാം. ഇവിടെ നോക്കൂ, എ കോളത്തിലുള്ളത് ഏതൊക്കെയാണ്, 1 of 3 divided into 4 equal parts അതിന് നമ്മൾ 4/3 എന്ന് പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 1 of 4 divided into 3 equal parts 2/3. 2 of 1 divided into 3 equal parts എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, 1 of 3 divided into 4 equal parts അല്ലേ. അപ്പോൾ 4 equal parts ആണ് നമ്മളവിടെ ആക്കുന്നത്. ഓക്കെ, 4 equal parts ആക്കുകയാണെങ്കിൽ
4 ഈക്വൽ പാർട്സ്. അതിൽ 3 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3/4 എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് 3/4 എന്ന് പറയുന്നത്? 3/4 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ഇതിലേക്കാണ് ഇത് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അഥവാ P = Z എന്നുള്ളത് കിട്ടും. ഇനി 1/4 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് ആണല്ലേ. അപ്പോൾ അതേതാണ്? 4 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ 3 പാർട്സ് ആണ്, അതിൻ്റെ 4 ആണല്ലേ, 4 ഡിവൈഡഡ് ആണ്. അഥവാ എന്ത് കിട്ടി? Q = എന്താണ്? 4 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഇതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ X എന്നുള്ളത് കിട്ടി. ഇനി 2/1 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് ആണല്ലേ. അഥവാ 3 ഈക്വൽ പാർട്സ് ഉണ്ട്, അതിൽ 2 ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അഥവാ 2/3 ആണ്. അപ്പോൾ ഇതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. R = Y എന്നുള്ളതിലേക്ക് കിട്ടി. ഇനി ഇവിടെ ഇത് വരുന്നത് ഏത് ഓപ്ഷൻ ആണെന്ന് എന്നുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് വേണം നോക്കൂ, P = X ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത് P = Z ആണ്, Q = X ആണ്, R = Y ആണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.